ഡയറ്റിലായിരിക്കും ജിമ്മായിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പാൻ കേക്കിൻ്റെ വീഡിയോ ആയിട്ട് ഇന്നത്തത്. ബ്രൊക്കോളി പാൻ കേക്ക് അതാട്ടോ പേര്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്ക് വൃത്തിയാക്കിയിരിക്കുന്ന ബ്രൊക്കോളി ആട്ടാ. അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക 1 കപ്പ്. ഇനി ഒരു 1/2 കപ്പ് നല്ല ചെറുതാക്കി അരിഞ്ഞ ക്യാബേജും, 1 ടീസ്പൂൺ ചതച്ചെടുത്ത ഇഞ്ചിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, 1 ടീസ്പൂൺ ചതച്ച മുളകും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, 1 കോഴിമുട്ട. ആദ്യം എല്ലാം കൂടെ നല്ലോണം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ 4 ടേബിൾ സ്പൂണോളം ഗോതമ്പിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് അത്യാവശ്യം ദേ കാണുന്ന പോലെ നല്ല കട്ടിയിലായിരിക്കും നമ്മുടെ ഈ ഒരു മാവ് കിട്ടുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ലൂസാക്കി കൊടുക്കുക. ഒരുപാട് വെള്ളം പോലെ ആവരുത്തിട്ടാ. എങ്കിൽ അത്യാവശ്യം അങ്ങനെ കട്ടിയും പാടില്ല. നല്ല കട്ടിയായാലേ ഈ പാൻ കേക്കിന് ഭയങ്കര ഹാർഡായിരിക്കും കഴിക്കാനായിട്ട്. ഇനി എന്താ, ഒരു പാൻ എടുത്ത് ചൂടാക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയിട്ടാ. കുറച്ച് ബട്ടർ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 2 തവി മാവാട്ട നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ വട്ടത്തിലോ നീളത്തിലോ ചതുരത്തിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. ഒരു സൈഡ് റെഡി ആയാലും നേരെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇനി എന്താ, മറ്റേ സൈഡും കൂടെ ആയാലും ആ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയാലും നമ്മുടെ ബ്രൊക്കോളി പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതിന് ക്യാബേജ് പാൻ കേക്ക് എന്ന് വേണമെങ്കിലും പേരിട്ട് കൊടുക്കാട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് കൊടുക്കാം അല്ലേ. നല്ല ചൂടോടുകൂടി തന്നെ കഴിച്ചാലേ സൂപ്പർ സാധനം കേട്ടാ. ചൂടാറിയാലുള്ള അവസ്ഥ എനിക്കറിയില്ല. ഞാനിത് ഉണ്ടാക്കിയാലൊക്കെ ചൂടോടുകൂടി തന്നെ കഴിക്കലാണ്. പിന്നെ അങ്ങനെ കാത്തിരിക്കാനുള്ള ക്ഷമ ഒന്നുമില്ല. ഉണ്ടാക്കുക, കഴിക്കുക.